അച്ഛൻ്റെ വകയുള്ള വിഷുക്കോടി മേടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വിഷു ദിവസത്തിൽ തന്നെ ഞങ്ങൾ മലപ്പുറം സ്റ്റുഡിയോയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരേപോലത്തെ ടോപ്പാട്ടോ 4 പേര് മേടിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിപ്പോയി തന്നെ സദ്യപരിപാടി ചുറ്റുവട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ആളുകൾ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി. വിഷു ദിവസവും ഓണ ദിവസമൊക്കെ അധികം നമ്മുടെ അയൽവക്കത്തുള്ളവരും നമ്മുടെ അറിയുന്ന ആളുകളും നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലിയും അങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന അത്യാവശ്യം ഒരു കുഞ്ഞു വലിയ പരിപാടിയായിരിക്കും എപ്പോഴും വീട്ടിലുണ്ടായിരിക്കുക കേട്ടോ. കാര്യമാണ് വിഷുവിന് കൈനീട്ടം കിട്ടുക എന്ന് പറയണത്. ചോദിച്ച് വാങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണല്ലോ. പക്ഷെ പണ്ടുള്ള പോലെ ഇപ്പം തരാൻ ആളുകളില്ല. നമ്മളൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് നമുക്കാണെങ്കിലോ കൊടുക്കാൻ ഒരുപാട് ആളുകളും ഉണ്ട്. അതാണ് അവസ്ഥ കേട്ടോ. നമ്മുടെ കാശിയുടെയും ഇഷമോളുടെയൊക്കെ ആദ്യത്തെ വിഷയമാണ് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ലെങ്കിലും എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മാത്രം നമ്മുടെ കാശിക്ക് അറിയാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇതുപോലെ എന്തെന്ന് കുശലം പറയാമെന്ന് പറയണത് ഒരു അടിപൊളി കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ഈ കാണുന്ന പാറാക്കയും മുജീബൊക്കെ കേട്ടോ. ഇതിനിടയിൽ നമ്മളെ ഭവ്യ സജീവമായിട്ട് ചാരിറ്റി പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആളുകൾ, ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ നമ്മളെ വീട്ടിലെ കുഞ്ഞു വിഷുസദ്യ കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വന്ന് ഒത്തുകൂടുമ്പോഴുള്ള സന്തോഷം ചെറുതൊന്നല്ല കേട്ടോ. എന്നാണെങ്കിൽ സജീവമായിട്ട് നമ്മൾ അരിക്കൂട്ടിനും ഉണ്ണിയും അപ്പവും എല്ലാവരും ഉണ്ട് കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ നമ്മളെ വാർഡ് മെമ്പറായിട്ടുള്ള അനീസാക്ക വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാർഡിൽ ഓരോ പുരോഗതി നിറഞ്ഞ പ്രവർത്തനങ്ങളും കാൽവെപ്പ് വയ്ക്കുന്ന ഒരാളുകൂടെയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ തന്നെ അമ്മ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവൾ ഫോണായിട്ട് വരുന്നുണ്ട്, മാറിക്കോളിട്ടോന്ന്. വേറെ ആരോടല്ല, നമ്മുടെ ഗീതേമേനോടാ കേട്ടോ. എപ്പം ഞാൻ ഫോണായിട്ട് വരുന്നോ അപ്പോൾ ഇതുപോലത്തെ പഴഞ്ചൻ പുഞ്ചിരിയായിട്ടായിരിക്കും നമ്മളെ ഗീതേമ വരുന്നുണ്ടാവുക കേട്ടോ. ഇത് മമ്മി, മറ്റേത് പിന്നെ എൻ്റെ അമ്മ. നിങ്ങൾ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഇവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒന്നുകൂടെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അമ്പാടി ഇതുവരെ നല്ല ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് ഉണർന്നിട്ടുണ്ടായിരുന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അമ്മൂൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. സത്യം പറയാലോ, ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. എന്നാലും അവരെല്ലാവരും കൂട്ടത്തിലിരുന്നിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ചോറെടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നെയും കാത്ത അവിടെ കുറച്ച് ആളുകളുണ്ടല്ലോ. പക്ഷെ എന്താണെന്നറിയില്ല, അത്ര വിശപ്പായിട്ടില്ലായിരുന്നു. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇവരുടെ ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. പല ആഘോഷങ്ങളൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. പക്ഷെ അത് കരുതി ഞാൻ കണി വെക്കാനൊന്നും മറന്നിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്.